ഞാനുള്ള സ്ഥലത്ത് കോൺഗ്രസ് ഉണ്ടാവില്ല. ഉണ്ടായാൽ പണി എനിക്കറിയാം. ഇവിടുത്തെ പ്രധാന കോൺഗ്രസ്സുകാരൻ മാധവ മേനോൻ, നിങ്ങളുടെ അളിയനില്ലേ? അയാളുടെ മരുമകൻ ഒളിവിൽ കഴിയുന്നൊരു വിപ്ലവകാരി. ഞങ്ങള് തമ്മില് ബഹുവിരോധ. അതൊന്നും എനിക്കറിയണ്ട. മേലിൽ നിങ്ങളുടെ അംശത്തിൽ ജേവിളി കേൾക്കരുത്, ജാഥ കാണരുത്. അതല്ല, ഇങ്ങനെയാണ് പോക്കെങ്കിൽ നിങ്ങൾക്കത് ആപത്താണ്. അധികാരി, ഞാൻ എന്റെ പോലീസുകാരെ ഊരിത്തെളിക്കും. നിങ്ങളുടെ നാട്ടിലെ വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ ഗർഭം ധരിച്ചെന്ന് വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. വലഞ്ഞല്ലോ നമ്പ്യാരെ. അത്ര എളുപ്പത്തിലൊന്നും വീഴുന്ന കൂട്ടത്തിലല്ല അധികാരി. എന്താ ഒരു വഴി? എന്തു പറഞ്ഞു? ഒന്നുകൂടെ പറയാൻ സമ്മതിക്കണ്ടേ? കണ്ടോണ്ടി നേർക്കൊരു തട്ടിക്കേറ്റാ. അപ്പൊ ഞാൻ പോട്ടെ. നിൽക്കൂന്ന് വഴിയുണ്ടാക്കാം. നേരോ? കുറച്ചു കഴിഞ്ഞാ മൂപ്പര് നേരം പോക്കാവും. അപ്പോഴങ്ങ് ക്ഷണിച്ചാ മതി. പക്ഷെ ഒരു കാര്യം, എന്താ? വിളിച്ചുകൊണ്ടുപോയി വഷളാക്കരുത്. മനസ്സിലായില്ല. രണ്ടും വേണം. അത് ശരിയാ. പൂർണ്ണ സ്വാതന്ത്ര്യം പ്രമേയത്തിൽ നിന്നും പ്രവർത്തനത്തിന് രൂപം കൈക്കൊള്ളുവാൻ പോവുകയാണ്. മേലിൽ തീവണ്ടികൾ ഓടരുത്, പോലീസ് വാഹനങ്ങൾ ഓടരുത്, സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കരുത്. പരിപൂർണ സ്തംഭനം. ഇത് അവസാനത്തെ പോരാട്ടമാണ്. അനേകം ആത്മാഹുതികൾ നടക്കും. അത് വരുന്ന തലമുറകൾക്ക് ആത്മാഭിമാനവും സ്വാതന്ത്ര്യവും നേടിക്കൊടുക്കും. പ്രവർത്തിക്കുക, അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ.